ശ്രീ അരുൺ മോഹൻ. അല്ല, അങ്ങയിലേക്കാണ് വരുന്നത്. അതായത് ഈ രണ്ട് വാദങ്ങൾ നമുക്ക് കേട്ടല്ലോ, പ്രത്യേകിച്ച് ജി വി ഹരി പറഞ്ഞത് കേട്ടല്ലോ. കുട്ടികളില്ല, ഡിവിഷൻ ഫോളാണ്, 1:25 ആക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ തന്നെ 1:22 ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുടെ മറ്റൊരു ഡിമാൻഡ്, എയ്ഡഡ് സ്കൂളിൽ 1:1 നിയമനം നടത്തണം. ഒരാളെ എയ്ഡഡ് മാനേജ്മെന്റ് നിയമിക്കുമ്പോൾ ഈ റാങ്ക് പട്ടികയിൽ നിന്ന് ഒരാളെ നിയമിക്കണം. കോടതി ഉത്തരവ് അത്തരത്തിലുണ്ട്. ഇതൊക്കെ സാധ്യമാണോ, അല്ലെങ്കിൽ ഇവർക്ക് നീതി കിട്ടേണ്ട എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? അതാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. നീതി കിട്ടേണ്ട സാധ്യതയുണ്ട്. സർക്കാർ വിചാരിച്ചാൽ മാത്രം പരിഹരിക്കാൻ സാധിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. എയ്ഡഡ് മാനേജ്മെന്റുകളെ ചർച്ചയ്ക്ക് വിളിക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം, അവർക്ക് അവരുടേതായ ഇഷ്യൂസ് ഉണ്ട്, അത് പറയട്ടെ. അവരുമായി ഒരു ധാരണയിലെത്തി ഈ ഒഴിവ് വന്ന വേക്കൻസികൾ എയ്ഡഡ് സ്കൂളുകളിൽ ചേർത്ത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലെ പരിഹാരം കാണാനുള്ള പ്രഥമമായി ചെയ്ത്. രണ്ടാമത്തെ കാര്യം, ശ്രീ ജി വി ഹരി പറഞ്ഞതുപോലെ കൃത്യമായിട്ട് തന്നെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. പ്രായോഗികമായി കുറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി കാലയളവിനുള്ളിൽ തന്നെ അഡ്വൈസ് ചെയ്യുമോ എന്നുള്ളതാണ് സർക്കാർ ഇവർക്ക് കൊടുക്കേണ്ട ഒരു ഉറപ്പ്. അത് കൊടുക്കാൻ സാധിക്കും. എങ്ങനെയാണ്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു കൃത്രിമത്വം കാണിക്കാതിരുന്നാൽ മതി. ഞാനൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്. നമ്മൾ പലരും പറഞ്ഞു പോകുന്നതിനേക്കാൾ വ്യക്തമായിട്ട്, ഇപ്പോ നിലവിൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ തസ്തികയുണ്ട്. സംസ്ഥാന സർക്കാരിൽ PSC തസ്തികയിൽ 12 ഒഴിവ് പ്രഖ്യാപിച്ചു. ഇത് മുഴുവൻ ആളുകൾ കേൾക്കേണ്ട കാര്യമാണ്. 12, ഞാൻ എന്റെ ഡോക്യുമെന്റ് മുഴുവൻ എന്റെ കയ്യിൽ ഞാൻ ജനവിക്ക് അയച്ചുതരാം. ഈ 12 ഒഴിവിൽ 295 ആപ്ലിക്കേഷൻ മാത്രം അഡ്മിറ്റ് ചെയ്തു. 26,003 ആപ്ലിക്കേഷൻ PSCക്ക് ലഭിച്ചതാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ടത് 26,000-ൽ നിന്ന് 12 ഒഴിവിലേക്ക് ഏതാണ്ട് കേരളത്തിൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നത് 26,000-ആണ്. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 12 പേരെ ഒഴിവാക്കി. എന്തിന്? ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 12 പേരെ ഒഴിവാക്കിയപ്പോ ഇവരെന്ത് ചെയ്തു? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. കോടതി വിധി ഇവർക്ക് അനുകൂലമായി. കോടതി വിധി അനുകൂലമായപ്പോ കേരള PSC ചെയ്തെന്താണ് സാറ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ ഉൾപ്പെടുന്ന LDF ഭരിക്കുന്ന സമയത്തെ PSC കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. താങ്കൾ പറഞ്ഞ ഈ ലിസ്റ്റ് ക്ലിയർ ചെയ്യും, പക്ഷെ ഈ ലിസ്റ്റ് ക്ലിയർ ചെയ്യാല്ല സാർ. ഈ ലിസ്റ്റ് ക്ലിയർ ചെയ്യണമെന്ന് കരുതിയാൽ തന്നെ സർക്കാരിന് സാധിക്കാത്തതിന്റെ കാര്യം, ഈ ഉദ്യോഗാർത്ഥികളെ അകാരണമായി ഒഴിവാക്കിയതിൽ അവർ കോടതിയെ സമീപിച്ചപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അനുകൂലമായ വിധി സമ്പാദിച്ചിട്ട് പോലും കേരള PSC ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി. എന്തിനാണ്? ഈ കാലാവധി നീളുന്നത് വരെ കേസ് നീട്ടില്ല എന്ന് പറയുന്ന വലിയൊരു തന്ത്രം കാലാകാലങ്ങളായി കേരള PSC പയറ്റിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം ഞാൻ കൃത്യമാക്കി തരാം. ASTOമാരെ പ്രൊമോട്ട് ചെയ്ത് STOമാരാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം തന്നെയാണത്. കാര്യം, ഈ മേഖലകളിലൊക്കെ നിൽക്കുന്ന ഇടത് യൂണിയന് താല്പര്യമുള്ള ആളുകളെ കൃത്യമായി പ്രൊമോട്ട് ചെയ്ത് ഈ പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ കിടക്കുന്ന വേക്കൻസി ഒഴിവായി പോകുന്നു. പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പുറത്തു വയ്ക്കുന്നു. ലിസ്റ്റിലുള്ളവരാണ്. ഈ സെയിം വിഷയം ഇവിടെയും ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ ഒരു ഉദാഹരണം സൂചിപ്പിച്ചു. ഞാൻ അതിന് ലിസ്റ്റ് അയച്ചുതരാം. ഈ 12 പേരുടെ പേരും അവർക്ക് അനുകൂലമായ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധിയുടെ പകർപ്പും അയച്ചു തരാം. അപ്പോ ഇവർ ഈ സമരം ചെയ്യുന്നവരെ ഈ പല്ലിളിച്ച് കാണിക്കുന്ന പരിപാടി ഇപ്പൊ കഴിഞ്ഞ ദിവസം, ഞാൻ അതുകൂടെ പറയാതെ പോകാൻ നിവൃത്തിയില്ല. ഈ കഴിഞ്ഞ ദിവസം DYFIയുടെ നേതാക്കന്മാര് LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരപ്പന്തലിൽ എത്തിയ സമയത്ത് ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പുറകെ നിൽക്കുന്നത് ശിവരഞ്ജിത്തിന്റെ ഷേപ്പുള്ള ഒരു പയ്യൻ, നസീമിന്റെ ഷേപ്പുള്ള ഒരു പയ്യൻ. ഇവർ രണ്ടുപേരുടെ പേര് കേരളത്തിൽ നിന്ന് സുപരിചിതമാണ്. കാരണം എന്താണ്? ഒരു അന്വേഷണം വന്ന സമയത്താണ് ഈ 2 പേരും പരീക്ഷ എഴുതാതെ SFIയുടെ നേതാക്കന്മാരായതുകൊണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിലെ നേതാക്കന്മാരായതുകൊണ്ട് ഇവർ റാങ്ക് ഇടം പിടിച്ചു. അത് ഏത് റാങ്ക്? അതിലൊരു തിരുത്തുണ്ട്. പരീക്ഷ എഴുതിയിരുന്നു കേട്ടോ. സ്മാർട്ട് വാച്ചും സ്മാർട്ട് ഫോണും നോക്കിയാണ് പരീക്ഷ എഴുതാൻ. ഞാൻ പറഞ്ഞതിലുണ്ടായ ഒരു ചെറിയ ടെക്നിക്കൽ മിസ്റ്റേക്കാണ്. ശരിയാണ്, പരീക്ഷ എഴുതിയതാണ്. പരീക്ഷ എഴുതി കൃത്രിമത്വം കാണിച്ചു. 26 റാങ്ക്, 1ാം റാങ്കും 26. അപ്പൊ ഇത് പോസിബിൾ ആണ് സാർ. ഞാൻ ഒരു ഡേറ്റ, നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, ഒരു ഡേറ്റ ഞാൻ അയച്ചു തരാം. ഇവർക്ക് താല്പര്യമുള്ള ഒരു അധ്യാപകനെ പ്രിൻസിപ്പൽ ആക്കുന്നതിന് വേണ്ടി 0 എന്ന് കിട്ടിയ മാർക്കിനെ 10 ആക്കിയതിന്റെ ഡോക്യുമെന്റ് എന്റെ കയ്യിലിരിക്കുകയാണ്. ഇത്ര പരസ്യമായി, അതായത് ഒരു യൂണിവേഴ്സിറ്റി നോമിനിയായിട്ടൊരു 7 പേരെ അപ്പോയിന്റ് ചെയ്ത് അവർ നടത്തുന്നത് നമ്മൾക്ക് കരുതുന്നത് സുതാര്യമാണ്. ഉദ്ദേശിക്കുന്ന ആളെ പ്രിൻസിപ്പലാക്കി അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എയ്ഡഡ് കോളേജിലെ ഒരു യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി സർവകലാശാല അത് കണ്ടെത്തി. അതും ട്രിബ്യൂണൽ കണ്ടെത്തിയതിന് പുറത്ത് അദ്ദേഹത്തെ പ്രിൻസിപ്പൽഷിപ്പിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹം ആ കോളേജിൽ തുടരുകയാണ്. ആ കോളേജ് SSV കോളേജ്, എനിക്ക് പറയാൻ മടിയില്ല, വളയച്ചിറങ്ങര SSV കോളേജാണ്.
അവിടുത്തെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഇപ്പൊ കാലാവധി അദ്ദേഹത്തിന് വീണ്ടും നീട്ടി കൊടുത്തു. അപ്പോ നമ്മൾ ഇതൊക്കെ കണ്ടെത്തിയാലും കോടതി കണ്ടെത്തിയാൽ പോലും ചില രാഷ്ട്രീയക്കാരാണ് കേരളത്തിൽ ആരെവിടെ ചെല്ലണമെന്ന് തീരുമാനിച്ചിരുന്നത്. അത് യാഥാർത്ഥ്യമാണ്. ജീവിതനി ഒറ്റ കാര്യം, ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകൾ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി കാലയളവിൽ തന്നെ ഇവർക്ക് അഡ്വൈസ് ചെയ്യും എന്നൊരൊറ്റ ഉറപ്പ് സംസ്ഥാന മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ നൽകിയാൽ ഈ പാവങ്ങളുടെ മണ്ണ് സമരവും ഈ പുല്ല് നിന്നുള്ള സമരവും ഇവർ അവസാനിപ്പിക്കും. ചെയ്യാൻ സാധിക്കുന്നത് എയ്ഡഡ് കോളേജുകൾ, പക്ഷേ എയ്ഡഡ് കോളേജിനെ തൊടാനവർക്ക് ഭയമാണ്. എയ്ഡഡ് സ്കൂളുകളെ തൊടാനവർക്ക് ഭയമാണ്. കോളേജുകൾ വേറെ. എയ്ഡഡ് സ്കൂളുകളെ തൊടാനുള്ള ഭയം എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ കൃത്യമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാരുടെ ഏതാണ്ട് വളരെ വേണ്ടപ്പെട്ടവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട അത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, സമുദായ സംഘടനകളുടെ നിയന്ത്രണത്തിൽ അവരുമായി ഒരു ടേംസിലെത്തി ആ വേക്കൻസീസ് ഫിൽ ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാര്യം പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ് അവിടെ പുറത്തു നിൽക്കുന്നു. എങ്ങനെ? പണം വാങ്ങിയതിനു ശേഷം, അപ്രൂവൽ ഇല്ലാത്ത പോസ്റ്റിൽ ലക്ഷക്കണക്കിന് രൂപ പണം വാങ്ങിയതിനു ശേഷം ഇവർക്ക് അപ്രൂവൽ കൊടുക്കാതിരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ അവിടെയും പുറത്തു നിൽക്കുന്നു. ഇത് ചെറിയൊരു വിഷയമല്ല. ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം നിലയ്ക്ക് താല്പര്യത്തിനനുസരിച്ച് പണം വാങ്ങി അപ്പോയിന്റ്മെന്റ് നടത്തുന്ന എയ്ഡഡ് മാനേജ്മെന്റുകളെ നിയന്ത്രിച്ച് ഈ പാവങ്ങൾ കഷ്ടപ്പെട്ട് PSC എക്സാം എഴുതി ഈ മണ്ണ് തിന്നുകൊണ്ടിരിക്കുന്ന ഈ പാവങ്ങളുമായി ഒരു ധാരണയിലെത്തി നിലവിൽ ഇപ്പോൾ സമരം ചെയ്യുന്നവരെങ്കിലും LPST റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ സമരം ചെയ്യുന്നവരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ അവർ പറയുന്ന ആവശ്യങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കണമെന്ന് പറയുന്നില്ല. അവരുമായി ഒരു ധാരണയിലെത്തി ഈ കുഞ്ഞുങ്ങളുമായി എത്തിയിട്ട് ജീവിതത്തിൽ വേറൊരു മാർഗമില്ലാത്തതുകൊണ്ട് പ്രായം ഏതാണ്ട് ഈ പ്രായപരിധി കഴിയുന്നത് കാരണം മുന്നോട്ട് ജീവിച്ചു പോകാനൊരു മാർഗമില്ലാതെ ഒരു കയറിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിലിരുന്ന് ആ തെരുവിലിരുന്ന് കരയുന്നവരുടെ കണ്ണീര് കാണാതെ VD സതീശനാണെങ്കിലും പിണറായി വിജയനായാലും മുമ്പോട്ട് സാധിക്കത്തില്ല. കഴിഞ്ഞ സർക്കാർ കാണിച്ചു വെച്ച ഈ സ്വജനപക്ഷപാതം കൊണ്ട് മാത്രമാണ് തെരുവിലിരുന്ന ഇന്ന് ഈ കുട്ടികൾ അലയുന്ന സാഹചര്യം ഉണ്ടായുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ശ്രീ അരുൺ മോഹൻ, കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 2 മണിക്കൂർ നേരം നമ്മൾ ചർച്ച ചെയ്തത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗതികേട് കൊണ്ട്, ഞാൻ വീണ്ടും ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു, ഗതികേട് കൊണ്ട് മണ്ണ് വാരി തിന്നേണ്ടി വന്ന, പുല്ല് തിന്നേണ്ടി വന്ന ആ പാവങ്ങളുടെ മുഖത്തു നോക്കി നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറയാൻ എങ്ങനെ കഴിയും? അവരുടെ കണ്ണീര് എന്തുകൊണ്ട് കാണുന്നില്ല? അതുകൊണ്ട് തന്നെ പല പോംവഴികളും അവർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ അതിനൊക്കെ സാങ്കേതികമായ പല തടസ്സവുമുണ്ടെന്ന് സർക്കാർ തന്നെ വാദിക്കുകയും ചെയ്യുന്നു. അപ്പോഴും അരുൺ മോഹൻ അവസാനിപ്പിച്ച ഒരു കാര്യമുണ്ട്. അടുത്ത 4 വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന ഒരു തസ്തികയിലേക്ക് ഇപ്പോൾ 50 ലക്ഷം രൂപ വാങ്ങുന്ന സ്വകാര്യ എയ്ഡഡ് സ്കൂളുകൾ ഇവിടെയുണ്ട്. അടുത്ത 5 വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന ഒരു തസ്തികയിലേക്ക് 50 ലക്ഷം, അത് എനിക്ക് തോന്നുന്നു കുറവായിരിക്കാം. 1 കോടി വരെയാണ് ഇപ്പോൾ അതിൻ്റെ ലേലം വിളി റേറ്റ്. അത്തരത്തിൽ ഈ തസ്തികകളെ വിറ്റു തുലയ്ക്കുന്ന സ്വകാര്യ മാനേജ്മെന്റുകളെ അല്ലെങ്കിൽ എയ്ഡഡ് മാനേജ്മെന്റുകളെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറായാൽ, അവിടെയുള്ള നിയമനങ്ങളിൽ 1:1 കൊണ്ടുവന്നാൽ ഇവരുടെ കണ്ണീരൊപ്പാൻ ഒരു പരിധിവരെ കഴിയും. ഞാൻ ഇപ്പോഴും പറയുന്നു, നിലപാടുകളുടെ രാജകുമാരൻ അണികൾ വിളിക്കുന്ന VD സതീശൻ ആ ആത്മാർത്ഥമായ വാക്കുകളാണ് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഇടപെടേണ്ടതാണ്. അങ്ങയുടെ ഓഫീസിൽ നിന്നിറങ്ങി ആ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരപ്പന്തലിലെത്തി അവരുടെ കണ്ണീര് കാണേണ്ടതാണ്. അവർ നാളെ ഇനി മണ്ണ് വാരി കഴിക്കുന്നതിന് മുൻപ്, മറ്റേതെങ്കിലും ഒരു മാർഗം അവർ സ്വീകരിക്കുന്നതിന് മുൻപ് അങ്ങയുടെ ഇടപെടൽ ആവശ്യമാണ് എന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. അശ്വതി, തീർച്ചയായും രഞ്ജിത്ത് അപ്പാടി, അങ്ങനെ തന്നെയാണ്. മരുന്നില്ലാത്ത തിമിരം ബാധിച്ച സംസ്ഥാന സർക്കാർ എന്ന് തന്നെയാണ് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ കഷ്ടപ്പെട്ട് പഠിച്ച് മണിക്കൂറുകളോളം പഠിച്ച് മെറിറ്റ് ലിസ്റ്റിൽ റാങ്ക് ഹോൾഡേഴ്സാണ് അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നത്. അവരെ എന്തുകൊണ്ടാണ് സർക്കാരെ നിങ്ങൾ ഈ അവഗണിക്കുന്നത്? ആരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ്? എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ നിലപാടുകളുടെ രാജകുമാരനായ പൂക്കി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനാകാത്തത്? നിർണായക ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്.